ഒരു വർഷക്കാലം കൊച്ചിയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച 2 പ്രശ്നങ്ങളിലൊന്ന് മടുപ്പായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് റൂമിലെത്തി ഫോണ്, ലാപ്ടോപ്പൊക്കെ നോക്കിക്കഴിഞ്ഞ് വല്ലാത്തൊരു മടുപ്പ് ഫീലിംഗാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ ഞാനന്ന് കണ്ടെത്തിയ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വെറുതെ നടക്കാനിറങ്ങുക. അപ്പം വെറുതെ നടക്കാനിറങ്ങുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഇങ്ങനെ നടക്കുമ്പം നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ടാവും. ഒരുപാട് കെട്ടിടങ്ങൾ. ഇത് നമുക്ക് നൽകുന്നൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. കുറേ കൂടി ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ സഹായിച്ചത് ഇതാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണമായിരുന്നു. വെർജീനിയ വൂൾഫിൻ്റെ ഒരു വാചകമുണ്ട്. ഒരാൾക്ക് ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നന്നായി ചിന്തിക്കാനോ സ്നേഹിക്കാനോ ഉറങ്ങാനോ പറ്റില്ല എന്നുള്ളത്. അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. മനോഹരമായ ചുറ്റുപാടും ഭക്ഷണവും ലഭിക്കുക എന്നാൽ കുറേ കൂടി മനോഹരമാണ് നമ്മുടെ ജീവിതം എന്നതുകൂടിയാണ്. അപ്പം എപ്പോഴും ചുറ്റുമുള്ള മനുഷ്യരെ തിരഞ്ഞെടുക്കുമ്പോൾ കുറേ കൂടി പോസിറ്റീവായ മനോഹരമായ മനുഷ്യരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് കുറേ കൂടി നമ്മളെ ഹെൽത്തി ആക്കും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഏതൊരു മനുഷ്യനോടും നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് പെരുമാറും, ഞാനടക്കം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ കൂടി നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് മനോഹരമായൊരു അറ്റ്മോസ്ഫിയർ നൽകാൻ, അന്തരീക്ഷം നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.